നീ എടാ രുക്മിണിയുടെ പിന്നാലെ നടക്കുന്നേ. എന്റെ കേശുനെ തൊടുന്നതാ. ഇവ ഏതോ രുക്മിണിയെ പിറകെ നടക്കണമെന്ന് പറഞ്ഞ കാര്യത്തിലാണ് അവർ ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. സത്യം പറയടോ, താനാണോ കേശുവിനെ തല്ലാൻ വേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കിയത്? രുക്മിണി ഇത് എത്ര ആലോചിച്ചും കിട്ടണില്ലല്ലേ. ഇപ്പൊ ഗേറ്റ് വരെ എത്തി, കുറച്ച് കഴിയുമ്പോ വീട്ടിൽ കയറി. ഷിബു റോക്സ് അടുത്ത വള്ളിയായിട്ട് എന്തായാലും എത്തിയിട്ടുണ്ട്. നമ്മുടെ സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. സിദ്ധു വള്ളിയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലച്ചു ഇല്ലായിരുന്നപ്പോൾ സിദ്ധു ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലച്ചു തിരിച്ചു വന്നപ്പോഴത്തേക്കും സിദ്ധുവിനെ കാണാനില്ല. സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലെന്നൊരു സംഭവമായിട്ട് മാറിയാനെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സാധനം കാരണം ഷിബു റോക്സിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ രണ്ട് അടി കൊടുക്കാനൊക്കെ സിദ്ധു ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റാവും. എന്തായാലും സിദ്ധുവിന് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ തന്നെ എന്തായാലും സിദ്ധു ലച്ചുവിൻ്റെ ആ ഒരു കോംബോ എന്തായാലും തിരിച്ചു വരും. എന്തായാലും ഷിബു റോക്സ് വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. ഷിബു റോക്സിന് നമുക്കറിയാം എന്തായാലും ഷിബു റോക്സ് തന്നെയാണ് കേശുവിൻ്റെ ആരും ഒപ്പിച്ചത്. കേശു രുക്മിണിയുടെ പുറകെ നടന്നത് ഏതോ രുക്മിണി. എന്തായാലും ഷിബു റോക്സ് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് ഷിബു റോക്സ് വന്ന് രക്ഷിക്കുന്നതായിട്ട് നമ്മുടെ ശിവാനിയുടെ മുമ്പിൽ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. അത് തന്നെയാണ്. അത് കണ്ടപ്പോഴേ എപ്പിസോഡ് പ്രൊമോ കണ്ടപ്പോഴേ അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എപ്പിസോഡിൽ ലാസ്റ്റ് ഷിബു റോക്സിനിട്ട് രണ്ട് ഇടി കേശു കൊടുത്തിട്ട് വിടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും എപ്പിസോഡ് അവസാനിക്കുക. എന്തായാലും സിദ്ധു അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക്